Hi, good morning my dear students. How are you all? Today we are going to discuss our 7th standard Kerala Reader English Part 1. നമ്മുടെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുകയാണ്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണും. നമ്മുടെ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് we have 3 units. First unit is Nature's Plenty, Tales and Tunes, Man and Media. ഈ 3 യൂണിറ്റുകളാണ് നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി അതിലെ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് നാച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ ചിത്രത്തിനെ അടിസ്ഥാനമാക്കി ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് വായിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങൾ ആദ്യം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അതിൽ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ ഫാർ ഈസ് ദ റിവർ. റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു കഥയാണ് ഹൗ ഫാർ ഈസ് ദ റിവർ. ഹിയർ ഈസ് എ ബോയ് ഹൂ സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. വേർ ഡസ് ഹി ഗോ? What does he see there? How does he feel? Let's find out. How far is the river? നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കുക. How far is the river? Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. Between the boy and the river. Between the boy and the river. റിവറിൻ്റെയും കുട്ടിയുടെയും ഇടയ്ക്ക് സ്റ്റൂഡ് എ മൗണ്ടെയിൻ. ഒരു മൗണ്ടെയിൻ നിന്നിരുന്നു. ഒരു മൗണ്ടെയിൻ ഉണ്ടായിരുന്നു. ഒരു വലിയ പർവ്വതം ഉണ്ടായിരുന്നു.
ഒരു മലയുണ്ടായിരുന്നു. The boy was young. ആ കുട്ടി ഒരു ചെറിയ കുട്ടിയായിരുന്നു. And the river was small. അവിടെ അതിലൂടെ ഒഴുകിയിരുന്ന പുഴ അത് എന്തായിരുന്നു? It was small. അത് ചെറുതായിരുന്നു. But the mountain was big. പക്ഷേ ആ മൗണ്ടെയിൻ അത് വലുതായിരുന്നു. But the mountain was big. The thickly forested mountain hid the river. The thickly forested mountain. Thickly forested. നല്ല കാട് പിടിച്ച മൗണ്ടെയിൻ. Thickly forested mountain hid the river. Hide എന്നുള്ളതിന്റെ past tense. Hid the river. അത് ആ പുഴയെ മറച്ചു കളഞ്ഞു. കാരണം നല്ല കാട് ഉള്ള ഒരു മൗണ്ടെയിൻ ആണ്. അപ്പോൾ അതിലെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ പുഴയെ കാണാൻ, നദിയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. But the boy knew it. It was there. But the boy knew it was there. പക്ഷെ കുട്ടിക്കറിയാം അവിടെ ഒരു പുഴയുണ്ടെന്ന്. He had never seen the river with his own eyes. He had never seen the river with his own eyes. സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ കുട്ടി ഇതുവരെ ആ റിവർ കണ്ടിട്ടില്ല. But from the villages he had heard of it. പക്ഷേ അവിടെയുള്ള ഗ്രാമീണയിൽ നിന്ന്, വില്ലേജസിൽ നിന്ന് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു റിവർ ഉണ്ടെന്ന്. കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഒരു റിവർ ഉണ്ടെന്ന്. Of the fish in its waters. അതിലുള്ള വെള്ളങ്ങളിലുള്ള, അതിൻ്റെ വെള്ളത്തിലുള്ള ഫിഷിനെ കുറിച്ച്, പലതരത്തിലുള്ളതായ മത്സ്യങ്ങളെക്കുറിച്ച് കുട്ടി കേട്ടിട്ടുണ്ട്. And of its rocks. അതിലുള്ള പാറകളെക്കുറിച്ച് കുട്ടി കേട്ടിട്ടുണ്ട്. He wished to touch the water and know it personally. He wished to touch the water. ആ വാട്ടർ ടച്ച് ചെയ്യാൻ വേണ്ടി ആ കുട്ടി എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. He wished to touch the water and know it personally. അത് നേരിട്ട് വ്യക്തിപരമായിട്ട് തന്നെ അറിയാൻ വേണ്ടി ആ കുട്ടി അതിയായിട്ട് ആഗ്രഹിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. He stood in front of his house. അവൻ തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നു. He stood in front of his house. അവൻ തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നു. In front of his house. On the hill opposite to the mountain. അവിടെ ആ കുന്നിൻ്റെ മുകളിൽ മൗണ്ടെയിന് ഓപ്പോസിറ്റ് ആയിട്ട് അവൻ നിന്നു. On the hill opposite to the mountain. And gazed across the valley. And gazed, നോക്കി, എന്നിട്ട് നോക്കി. And gazed across the valley. ആ വാലി across ആയിട്ട് മുഴുവനായിട്ട് അവനിങ്ങനെ നോക്കി. Dreaming of the river. അവൻ്റെ സ്വപ്നം, ആ ഒരു പുഴയെ ഇങ്ങനെ സ്വപ്നം കൊണ്ടുകൊണ്ട് അവൻ ആ ഒരു മൗണ്ടെയിൻ്റെ across ആയിട്ട് ഇങ്ങനെ അതിൻ്റെ താഴ്വരകളൊക്കെ അവന് ഉടനീളം നോക്കി. Dreaming of the river. He was about 12 years old. He was about 12 years old. അവൻ ഏകദേശം 12 വയസ്സായിരുന്നു. 12 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞായിരുന്നു അവൻ. എ സ്റ്റഡി ബോയ്. നല്ല ഊർജ്ജസ്വലതയുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എൻത്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എ സ്റ്റഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ.
with untidy black hair. Untidy black hair and shining black eyes. Untidy ആയിട്ടുള്ള കറുത്ത മുടി, വൃത്തിയായിട്ട് ഇങ്ങനെ കോതി വെച്ചിട്ടൊന്നുമില്ലാത്ത മുടി. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്, തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ. He had fine features and a clear brown skin. അങ്ങനെ ഒരു നല്ല ഒരു സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ ക്ലിയർ ബ്രൗൺ സ്കിൻ, നല്ല ബ്രൗൺ ആയിട്ടുള്ള കളറിലുള്ള തൊലിയായിരുന്നു. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷേ അവൻ്റെ കൈക്കാലുകളും ഫീറ്റ്, ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കാലുകളും എന്തായിരുന്നു, വേർ റഫായിരുന്നു, റഫും ആൻഡ് സ്ക്രാച്ച്ഡ്, ചെറിയ അങ്ങനെ പാടുകളൊക്കെ സ്ക്രാച്ചായിട്ട് ഉണ്ടായിരുന്നു. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവൻ ബെയർ ഫൂട്ടഡ് ആയിരുന്നു, കാരണം അവൻ്റെ കാലിലൊന്നും ചെരുപ്പൊന്നുമില്ല. ചെരുപ്പൊന്നുമില്ലാത്ത ആളുകൾ നമുക്ക് എന്താ പറയുക, ചെരുപ്പൊന്നും ധരിക്കാത്തവരെ ബെയർ ഫൂട്ടഡ്, നഗ്നപാതനായിരുന്നു. നോട്ട് ബിക്കോസ് ഹി കുഡിൻ അഫോർഡ് എ ഷൂസ്, അതിനൊരു ഷൂസ് വാങ്ങിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഷൂസ് ഇല്ലാത്തത് കൊണ്ടൊന്നല്ല. ബട്ട് ബിക്കോസ് he liked the feel of warm stones and cool grass. പക്ഷേ because he liked the feel of warm stones, ചൂടുള്ള കല്ലുകളിലെ ആ ഒരു ഫീലിംഗ്, അത് കാലിൽ തട്ടുമ്പോൾ നേരിട്ടുള്ള ഫീലിംഗ്, അതുപോലെ തന്നെ കൂൾ ഗ്രാസ്, തണുപ്പുള്ള പുല്ലുകളിലൊക്കെ തട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, അതവന് നേരിട്ടറിയാൻ വളരെയധികം താല്പര്യമായത് കൊണ്ടാണ് അവൻ ഷൂസ് ഒന്നും ധരിക്കാതിരുന്നത്. ഇറ്റ് വാസ് 11 o'clock. അതൊരു 11 മണിയായിരുന്നു. ആൻഡ് ഹി ന്യൂ ഹിസ് പാരൻസ് വുഡിൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അവനറിയാം, ഹി ന്യൂ ഹിസ് പാരൻസ് വുഡിൻ റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. വൈകുന്നേരം വരെ അവൻ്റെ അച്ഛനമ്മമാർ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് അവനറിയാം. There was a loaf of bread he could take with him, and on the way he might find some fruits. There was a loaf of bread he could take with him. അവൻ്റെ കൂടെ എടുക്കാനാകെ അവിടെ കുറച്ച് ബ്രെഡായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓൺ ദ വേ, വഴിയിൽ, he might find some fruits, വഴിക്ക് ചിലപ്പോൾ ചില പഴങ്ങളൊക്കെ കിട്ടുമെന്ന് അവനൊരു he might find, കണ്ടെത്താൻ കഴിയുമെന്ന് അവൻ വിചാരിച്ചു. Here was the opportunity he had waited for. ഇതായിരുന്നു അവന് ഇതുവരെ കാത്തുവെച്ച ആ ഒരു അവസരം. ഈ പുഴ എങ്ങനെയെങ്കിലും, ആ നദി എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന അവൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള ഒരു സമയമായിരുന്നു അത്. His mother and father had gone to visit relatives for the entire day and had left him his sword. His mother and father, അവൻ്റെ അച്ഛനും അമ്മയും, had gone to visit relatives, തൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടി അവർ പോയതായിരുന്നു. for the entire day, entire day എന്നാൽ complete day, entire complete day, ആ ഒരു ദിവസം മുഴുവൻ. and had left him on his own, അവൻ അവൻ്റെതായ രീതിയിൽ വിട്ടിട്ട് അവർ പോയതായിരുന്നു. if he came home before dark, before their return, they wouldn't know where he had been. ഇനി ആ അച്ഛനമ്മമാർ റിലേറ്റീവിനെ സന്ദർശിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ തിരിച്ചു വരികയാണെങ്കിൽ അവൻ എവിടെ പോയിരുന്നു എന്ന് അവർക്ക് അറിയില്ല. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. He went into the house, അവൻ വീട്ടിലേക്ക് പോയി. and wrapped എന്ന് പറഞ്ഞാൽ covered, പൊതിഞ്ഞു, the loaf in a newspaper, ആ വീട്ടിലുണ്ടായിരുന്ന ആ കുറച്ച് ബ്രെഡ് അവൻ എന്ത് ചെയ്തു, ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. then he closed all the doors and windows, എന്നിട്ട് അവിടെയുള്ള വാതിലുകളും ജനവാതിലുകളുമെല്ലാം അടച്ചു. The path to the river dropped steeply into the valley, then rose and went round big mountain. It was frequently used by the villagers, the woodcutters, milkmen and mule drivers, but there were no villages beyond the mountain or near the river. The path to the river dropped deeply into the valley. Steeply into the valley. The path to the river, ആ റിവറിലേക്കുള്ളതായ വഴി, ഡ്രോപ്പ്ഡ് സ്റ്റീപ്ലി, അത് വളരെ കുത്തനെയുള്ളതായിരുന്നു. ഇൻ ടു ദ വാലി,
ആ വാലിയിലേക്ക്, ആ താഴ്വാരത്തിലേക്ക്. Then rose and went round the big mountain. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വലിയ ആ മലയായിരുന്നു. It was frequently used by the villagers. അത് ആ വഴി തുടർച്ചയായിട്ട് അവിടെയുള്ള വില്ലേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വഴിയായിരുന്നു. The woodcutters, മരം വെട്ടുകാർ, milkmen and mule drivers. milkmen അതുപോലെ കഴുത വണ്ടിക്കാർ, mule drivers. But there were no villages. പക്ഷെ അവിടെ വില്ലേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. Or near the river, അല്ലെങ്കിൽ ആ മൗണ്ടൈൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ റിവറിൻ്റെ അടുത്തോ അവിടെ വേറെ വില്ലേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത വാക്കുകളോ സെൻറ്റൻസുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക, പേഴ്സണലായിട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. That is all today's class. Thank you. Have a nice day.